നമസ്കാരം. പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാശം ആരംഭിക്കുക, അത്തരത്തിൽ ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന പലരും ചുറ്റുമുണ്ടാകാം. ഇത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. ശത്രുക്കൾ ജീവിതത്തിൽ എപ്പോഴും പിന്തുടരുന്നതായ സാഹചര്യം, ഇത്തരമൊരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ പലപ്പോഴും ഇത്തരം വ്യക്തികളെ തിരിച്ചറിയില്ല എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അബദ്ധം തന്നെയാണ്. പലപ്പോഴും അവർ നമുക്ക് മുൻപിൽ ഏറ്റവും നല്ല വ്യക്തികളായിരിക്കും. നമ്മളെ അവർ വിശ്വാസത്തിലെടുത്തു എന്ന് വരാം. നമുക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു എന്ന വ്യാജേന മുന്നിൽ നിൽക്കുന്നവർ പോലുമാകാം. നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം ഉയർത്തിക്കൊണ്ടുപോകുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വരാം. എന്നാൽ സമയം കിട്ടുമ്പോഴെല്ലാം അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ താഴ്ത്താൻ ശ്രമിക്കുന്ന വ്യക്തികൾ തന്നെയാകാം ഇവർ. ഇത്തരം വ്യക്തികൾ ആരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന, അതിനൊരു സാഹചര്യം ഒരുക്കുന്ന ഒരു അവസരമായി തന്നെ ഈ വീഡിയോയെ ഏവരും കാണുവേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് മുൻപിൽ 2 ചിത്രങ്ങളാണ് ഉള്ളത്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ചിരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയുടെയും ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു പുരുഷന്റെയും ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ സമയം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ ആ ചിന്ത അല്ലെങ്കിൽ ആ ദേവതയെ ഒരു നിമിഷം സ്മരിക്കേണ്ടത് അനിവാര്യമാണ്. ഇഷ്ടദൈവത്തെ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ഒരു നിമിഷം മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങൾ നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരാണോ ആ വ്യക്തികളെ തിരിച്ചറിയുവാൻ എനിക്ക് സഹായം നൽകണം എന്നും അത്തരം വ്യക്തികൾ ഒരിക്കലും എന്നോടൊപ്പം നിൽക്കാൻ പാടില്ല എന്നും അവരുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കണം, അല്ലെങ്കിൽ അവർ ഒഴിഞ്ഞു പോകണം എന്നും നിങ്ങൾ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. കണ്ണുകൾ അടച്ച് തന്നെ പ്രാർത്ഥിക്കണം. ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കൂ. ഏവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ചെയ്യേണ്ടത് പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം, ആ ചിത്രം ദൈവമായി തന്നെ നിങ്ങളെ കാട്ടിത്തരുന്ന ചിത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞ ആ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കി ആ ചിത്രം തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ മനസ്സ് ഉടക്കിയതായ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. എല്ലാ ശക്തികളെയും, നെഗറ്റീവായ ശക്തികളെയും തരണം ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വന്ദിക്കണം. ആദ്യത്തെ ചിത്രമായ ചിരിക്കുന്ന സ്ത്രീയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തന്നെയാണ് നിങ്ങളെ കൊണ്ട് അത് എടുപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. ഈ ചിത്രം തിരഞ്ഞെടുത്തു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ അറിയേണ്ടതായ പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ വളരെ സ്നേഹമുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. വളരെ സ്നേഹമുള്ളവർ മാത്രമല്ല, മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുവാൻ
സാധിക്കുന്ന വ്യക്തികളാണ് എന്നതും വാസ്തവം തന്നെയാണ്. പലരെയും സഹായിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിലും പലപ്പോഴും അതിന് സാധിക്കാറില്ല. അത് നിങ്ങളുടെ ജീവിത സാഹചര്യമാകാം. എന്നാൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ മാറ്റി നിർത്തിയാണ് എങ്കിൽ പോലും, അത് ഉപേക്ഷിച്ചിട്ടാണ് എങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി അത് നൽകിയിരിക്കുന്നതായ സന്തോഷത്തോടെ നൽകിയിരിക്കുന്നതായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം പലപ്പോഴായി നിങ്ങൾ നൽകിയിട്ടുള്ളവരാണ്. നിങ്ങൾ ആരെയും ദ്രോഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതേക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല, അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ചിത്രം തിരഞ്ഞെടുത്തു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ആർജിച്ചിരുന്നതായ ഒരു വ്യക്തി പുറകിൽ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു പരിചയമില്ലാത്ത ആളല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുപരിചിതമായ ഒരു വ്യക്തി തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് വാസ്തവം. ഒരുപാട് വിശ്വസിക്കുന്ന വ്യക്തിയോ സുഹൃത്തോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബന്ധുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആകാം. അതുമല്ലെങ്കിൽ നിങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കണം എന്ന് പുറമേ കാണിക്കുന്ന ഒരു വ്യക്തിയുമാകുവാനുള്ള സാധ്യതകളുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്നേഹമാണ്, വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് എന്നതാണ് വാസ്തവം. വലിയ കരുതൽ പലപ്പോഴും നിങ്ങൾക്ക് നൽകാറുള്ള ഒരു വ്യക്തിയാകാം. വളരെയധികം പിന്തുണ നിങ്ങൾക്ക് പല അവസരങ്ങളിലും നൽകി പോകുന്ന വ്യക്തികളാണ്. എന്നാൽ നിങ്ങൾ ഇല്ലാത്തതായ സാഹചര്യത്തിൽ, നിങ്ങൾ മാറി നിൽക്കുന്ന, നിങ്ങളുടെ സാന്നിധ്യമില്ലാത്തതായ സമയത്ത് ഈ വ്യക്തി ആരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. മനസ്സിൽ എന്താണോ ഒളിപ്പിച്ചിരിക്കുന്നത് അത് കൃത്യമായി പുറത്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളെക്കുറിച്ച് പലതും പറയും. അത് നിങ്ങളുടെ കുറവുകളെ കുറിച്ചുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളാകാം. തെറ്റായ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കുക എന്നതാണ് വാസ്തവം. നിങ്ങളുടെ പേര് തന്നെ നഷ്ടപ്പെടുത്തുവാൻ, സമൂഹത്തിൽ നിങ്ങളുടെ വില ഇടിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും ഈ വ്യക്തി മൂലം സംഭവിക്കുന്നുണ്ടാകാം. ഈ വ്യക്തിക്ക് പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളോട് അസൂയ തോന്നിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അവരെ പോലെ, അതായത് നിങ്ങളെപ്പോലെ ഒരു നല്ല മനസ്സ് ഇവർക്കില്ല എന്നത് തന്നെ ഇവരുടെ ആദ്യത്തെ അസൂയയുടെ കാരണം തന്നെയാണ്. കൂടാതെ പല അവസരങ്ങളിലും നിങ്ങളെ തുണയ്ക്കുന്നതായ ഭാഗ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രമഫലമായോ ഭാഗ്യത്താലോ പലപ്പോഴും കടന്നു വന്നിട്ടുള്ളതായ വളർച്ച, നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ മുന്നേറ്റങ്ങൾ, എത്ര തന്നെ ദുരിതപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പോലും അതിനെയെല്ലാം തരണം ചെയ്ത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാൻ, മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമെല്ലാം ഇവരെ വളരെയധികം അസ്വസ്ഥരാക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. നിങ്ങൾക്ക് പോലും ഇത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. സത്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അതായത് വിജയത്തോടെ മുന്നോട്ട് പോകുന്നതും, നിങ്ങളെ സ്വീകാര്യത, പിന്തുണ വർദ്ധിപ്പിക്കുന്നതും, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതും ഈ വ്യക്തിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ സന്തോഷത്തോടെ, അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും, സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കടന്നു വരുന്നത് ഈ വ്യക്തികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും മുടക്കം സൃഷ്ടിക്കുവാനോ, നിങ്ങൾക്ക് അനുകൂലമാകുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകരുത് എന്ന ധാരണയാൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായ ഒരു കാര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ
നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. വളരെ കാലങ്ങൾ കൊണ്ട് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകാം. കാരണം ഈ വ്യക്തി കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥ കാരണം പലവിധ മാനസിക സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് അനുകൂലമാകേണ്ടതായ കാര്യങ്ങൾ പോലും ഒരു നിമിഷം നഷ്ടപ്പെട്ടു, തടസ്സപ്പെട്ടിരിക്കുന്നതായ സാഹചര്യം, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ കാര്യങ്ങൾ തീർത്തും പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ പലരും വിശ്വസിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. അവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് നിരാശാജനകമായ വിഷമതകൾ ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വേദന സംഭവിക്കുന്നു, അനുഭവിച്ച് പോരുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് എങ്കിലും ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ശരിയായിട്ടല്ല എന്നൊരു ബോധ്യം, അല്ലെങ്കിൽ തെറ്റായ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ട പോലും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ്. അത് സത്യമാണ് എന്ന് ഈ സമയം ആ ശക്തി നിങ്ങളോട് അടിവരയിട്ട് പറയുകയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായ ആ നെഗറ്റീവായ ഊർജം നൽകുവാൻ ശ്രമിച്ചിട്ടുള്ളതായ വ്യക്തികൾ അവർ ഒറ്റയ്ക്കല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളുടെ സഹായം കൂടി അവർ പ്രതീക്ഷിക്കുന്നു, അത് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എത്ര വ്യക്തികൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ എതിരായി വന്നാലും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ ശക്തമായ സംരക്ഷണം അല്ലെങ്കിൽ ആ ദേവത നിങ്ങൾക്കൊപ്പമുണ്ട് എന്നതിനാൽ തന്നെ നിങ്ങളെ എത്ര തന്നെ താഴ്ത്തി കെട്ടുവാൻ ശ്രമിച്ചാലും, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചാലും, അവർ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് ഇനി അവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങളെ തടയുവാൻ ശ്രമിക്കുന്നവർ നിങ്ങൾക്ക് പരാജയം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾ അവർ മൂലം അനുഭവിച്ചതായ പല വിഷമതകളും അവരും തിരിച്ച് അനുഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളിലേക്ക് ഒരു വലിയ മാറ്റം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നൽകുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിന് ഇനി അധികം താമസമില്ല എന്നതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റങ്ങൾ വന്നു ചേരുന്നു. 3 മാറ്റങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. നിങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്തു വരികയും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ കടന്നു വരികയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ജീവിതത്തിൽ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്ന ആ തെറ്റായ വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യവും രൂപപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നതായ ശക്തിയുടെ കടാക്ഷത്താൽ തന്നെയാണ് ഈ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിച്ചത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഒരു വലിയ മാറ്റം കടന്നു വരാൻ പോകുന്നു എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾ കേൾക്കേണ്ടതായ കാര്യങ്ങളായതിനാൽ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഈ സന്ദേശം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുകൂടി അർത്ഥമാക്കാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. വളരെയധികം ആകർഷകമായതും വളരെ ശക്തിയാർന്നതുമായ വ്യക്തിത്വമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. സ്വന്തം വഴിയിൽ നടക്കാൻ അല്ലെങ്കിൽ സ്വന്തമായി മുന്നോട്ട് പോകുവാനും പ്രവർത്തിക്കുവാനും ധൈര്യമുള്ള വ്യക്തികളാണ്. സ്വന്തം ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്നാഗ്രഹിച്ച് മുന്നോട്ട് പോവുകയും എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഫലം ലഭിക്കാത്തതിനാൽ തകർന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് ഉള്ളത്. മനസ്സ് വളരെയധികം സെൻസിറ്റീവാണ് എന്ന് പറയാം. പുറത്ത് വളരെ ശക്തനായ ഒരു വ്യക്തിയാണ് എന്ന് തോന്നും എങ്കിലും ആരെയും സ്നേഹിക്കുവാൻ സാധിക്കുന്ന ഒരു ഹൃദയമാണ് നിങ്ങൾക്കുള്ളത്. വേദനകൾ പലതും നിങ്ങൾക്ക് മുൻപിലുണ്ട്. എന്നാൽ അത് ആരോടും പറയാതെ ഉള്ളിൽ തന്നെ സഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് പറയാം.
നീതി വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. അസത്യവും ദ്രോഹവും നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സഹിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ഈ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ടതായ സന്ദേശങ്ങളിൽ ഒന്ന്, ജീവിതത്തിൽ ചില വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പ്രധാനമായും പറയാം, ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അസൂയ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളെ അവർ വല്ലാതെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ കഴിവുകൾ, ആത്മവിശ്വാസം ഇവ അവരെ വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പല കാര്യങ്ങളിലും എടുക്കുന്നതായ തീരുമാനങ്ങളോ നിങ്ങളുടെ മുന്നേറ്റങ്ങളോ പോലും ഈ വ്യക്തികളെ വളരെ ഭയപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഈ വ്യക്തി തന്നെയാണ് നിങ്ങളെ പുറകിൽ നിന്ന് വളരെയധികം വിഷമിപ്പിക്കുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ വ്യക്തി ആരാണ് എന്ന് ഒരിക്കലും തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധം അവർ അത്രമേൽ സ്നേഹത്തോടെയായിരിക്കും നിങ്ങളോട് ഇടപഴകുക. നിങ്ങളുടെ ഒരു പ്രധാന വ്യക്തിയായോ അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാനോ സാധിച്ചിട്ടുണ്ടാകും. എന്നാൽ നിങ്ങളൊപ്പമില്ലാത്തതായ അവസരത്തിൽ, നിങ്ങളുടെ അസാന്നിധ്യത്തിൽ എന്ന് തന്നെ പരാമർശിക്കാം, ഇവർ നിങ്ങളോട് വളരെ മോശമായ രീതിയിലായിരിക്കും സംസാരിക്കുക. നിങ്ങളെക്കുറിച്ച് തെറ്റായ ധാരണ പലർക്കും നൽകാം. നിങ്ങളെക്കുറിച്ച് പലർക്കും ദേഷ്യം വരുന്ന രീതിയിൽ അസൂയ തോന്നിയുള്ള ഇവരുടെ സംസാരത്തിൽ മറ്റുള്ളവർ പോലും വീണുപോകും. നിങ്ങളുടെ കഴിവുകൾ ഇവർ ഒരിക്കലും അംഗീകരിക്കില്ല. നിങ്ങളുടെ കഴിവ് ഇവർക്ക് വളരെയധികം വിഷമങ്ങൾ അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. എവിടെ പോയാലും നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്ന, അതായത് നിങ്ങളുടെ മേൽ എപ്പോഴും അവരുടെ ഒരു കണ്ണുണ്ട് എന്നത് വാസ്തവമാണ്. അതിനാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏതൊരു കാര്യവും അത് അവരുടെ ജീവിതത്തിൽ വളരെ വിഷമതകൾക്ക് കാരണമാകുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കാത്ത വിധം നിങ്ങളെ തളർച്ചിടുന്നു എന്നത് വാസ്തവമാണ്. വളരെയധികം ഭയം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ആത്മവിശ്വാസം, നിങ്ങളുടെ ജീവിതത്തിൽ ഉയരണം എന്നൊരു ചിന്ത പോലും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത് എന്ന് പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാം. എന്നാൽ ഇതവർ മുൻകൂട്ടി കണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർക്കുവാനും നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ, അതായത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും നിങ്ങളുടെ വ്യക്തിത്വത്തെയും ഇല്ലാതാക്കുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യങ്ങളല്ല. കാലങ്ങളായി, മാസങ്ങളായി ആരംഭിച്ച അല്ലെങ്കിൽ വർഷങ്ങളായി ആരംഭിച്ച കാര്യങ്ങളാകാം. നിങ്ങൾക്ക് വളരെയധികം ടെൻഷനുകൾ ജീവിതത്തിൽ കടന്നുകൂടുന്നതായ സാഹചര്യം പോലുമുണ്ട്. വിശ്വസിക്കാൻ, പല കാര്യങ്ങളിലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾക്ക് എത്തരത്തിൽ ചിന്തിച്ചാലും ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വളരെയധികം പ്രയാസമുള്ളതായി കാണുന്നു. നിങ്ങളുടെ മനോനില മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായ സാഹചര്യം. ഏതെങ്കിലും ഒരു കാര്യത്തിനായുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് അതുമായി ലഭിക്കേണ്ടതായ അനുകൂല കാര്യങ്ങൾ ലഭിക്കാതെ വളരെയധികം നീണ്ടുപോകുന്ന സാഹചര്യം. നിങ്ങൾക്ക് വളരെയധികം കംഫർട്ട് ലഭിക്കാത്ത, അൺകംഫർട്ടബിളായി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതായ ഒരു ചിന്തകൾ അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടിരിക്കുന്നതായ ചില കാര്യങ്ങൾ, അത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ മുന്നറിയിപ്പുകൾ തന്നെയാണ്. എന്നാൽ അതപ്പോൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് പിന്നീടായിരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുക. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴാകാം അന്ന് അത്തരത്തിൽ സംഭവിച്ചു എന്നൊരു രീതിയിൽ ചിന്തകൾ പോലും വഴിമാറി പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് ബോധ്യപ്പെടുക.
നിങ്ങളുടെ ആത്മശക്തി തന്നെയാണ് നിങ്ങൾക്ക് കരുത്തായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ശക്തി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്ന് പറയാം. പലപ്പോഴും നിങ്ങൾ വീണുപോകും എന്ന് മറ്റുള്ളവർ ചിന്തിച്ചാൽ പോലും അതിന് സാധിക്കാതെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുന്നത് പോലും ആത്മശക്തിയാലും ആ ദേവതയുടെ അനുഗ്രഹത്താലാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താൽ തന്നെയാണ്. നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ചത് മുതലുള്ള ഒരു പ്രധാനപ്പെട്ട നിയോഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ലക്ഷ്യത്തിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ പ്രയാസങ്ങൾ അത് തടസ്സങ്ങളാണ് എങ്കിലും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യവും പോസിറ്റീവായ ചിന്താഗതി, പോസിറ്റീവായ മാറ്റങ്ങൾ കടന്നു വരികയും ഏത് വ്യക്തികളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച, മുന്നേറ്റങ്ങൾ തടസ്സപ്പെടുത്തിയത് ആ വ്യക്തികളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ തകിടം മറിച്ച ആ വ്യക്തികൾ അവർ നിങ്ങളുടെ വിജയത്തിന് പോലും സാക്ഷിയാകുന്ന നിങ്ങൾക്ക് അവരുടെ മുൻപിൽ ജയിച്ച് കയറുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരിക. അതിലൊന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള പുതിയ സാഹചര്യങ്ങളാണ്. പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഒരിക്കൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതായ അവസരങ്ങൾ മൂലം നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യം. നിങ്ങളുടെ മുൻപിൽ തീർച്ചയായും നിങ്ങൾക്കായി പ്രവർത്തിച്ച ആരാണോ നിങ്ങളെ സഹായിച്ച ആ വ്യക്തികളുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതിനോടൊപ്പം നിങ്ങളെ വളരെയധികം ചതിച്ചിട്ടുള്ള ചില വ്യക്തികളെയും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എല്ലാം എല്ലാവരോടും പറയാൻ പാടില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്കുള്ളിൽ നിൽക്കേണ്ടതാകാം. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നെഗറ്റീവായ വ്യക്തികളുണ്ട് എങ്കിൽ ആ വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഈ സമയം മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും. മനസ്സ് പറയുന്നതായ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകണം. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ ശക്തരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം ആഗതമാവുകയാണ്. നിങ്ങൾക്ക് ഭാഗ്യം അല്ലെങ്കിൽ പല കാര്യങ്ങളും അനുകൂലമാകാൻ പോവുകയാണ് എന്ന് പറയാം. അതിനെ തടസ്സപ്പെടുത്താൻ നിൽക്കുന്ന വ്യക്തികൾ പോലും മാറി ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം പ്രയാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അത് മാറി അത് വിജയങ്ങളായി വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ വിഷമതകൾ മാറി അത് ശക്തിയായി മാറുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം പുതിയൊരു ഭാഗ്യാനുഭവം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യാം. ഇത്തരത്തിൽ പുതിയ എനർജി അല്ലെങ്കിൽ പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് തന്നെ നീങ്ങണം.